ഞാൻ ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ എന്നാൽ ഞാനൊരു ഇത് എടുക്കാൻ പോകുന്നത് വെച്ചാൽ ഒരു ഗ്ലാസ് പാല് കൊണ്ട് തക്കാളിക്ക് മുളകിന് എല്ലാം ഇങ്ങനെ പാല് കൊണ്ട് തക്കാളിക്ക് മുളകിന് പിന്നെ കയ്പ്പൊക്കെ എല്ലാറ്റിനും പിന്നെ ഒരു നല്ലൊരു കാൽസ്യത്തിൻ്റെ ഇതാണ് ഈ പാല്. കാൽസ്യത്തിൽ നല്ലോണം അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം മിനറൽസ് എല്ലാം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഇത് നല്ലതാണ്. തക്കാളിക്ക് അടിച്ചു കൊടുത്താൽ തക്കാളിക്ക് മാത്രമല്ല കയ്പ്പൊക്കെ അതെ എല്ലാറ്റിനും നമുക്ക് അടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒരു ഗ്ലാസ് പാലെടുത്തിട്ട് ഒരു അരക്കുപ്പി കൊള്ളുന്ന ഒരു ഗ്ലാസ് പാലായിട്ട് വലിയ ഗ്ലാസ് പാലാണ്. ഈ പാല് ഇതിനകത്ത് വെച്ച് ഇത്ര പോരെ വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു ഗ്ലാസ് പാല് ഇത്ര പോരെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിപ്പോൾ ഇനി അടിച്ചു കൊടുക്കാം. എന്താ ഇത്ര പോരെ പാല് ഇത്ര പോരെ വെള്ളം കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് അടിച്ചു കൊടുക്കാം. ഇത് നല്ലതാണ്. തക്കാളിക്കതിന് വളർച്ചക്കും എല്ലാ രോഗങ്ങൾക്കും എല്ലാം നല്ലതാണ് ഈ പാൽ അടിച്ചു കൊടുത്താൽ. കാൽസ്യത്തിൻ്റെ കുറവുണ്ട്, പല രോഗങ്ങളും തക്കാളിക്കെല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് അതെല്ലാം നമുക്കൊന്ന് അടിച്ചു കൊടുത്താൽ നല്ലതാണ്. പിന്നെ കായ് പിടിക്കുന്നതിനായാലും കായ് പിടിക്കാത്തതിനായാലും എല്ലാവരും നല്ലതാണ് ഈ പാൽ അടിച്ചു കൊടുത്താൽ. കയ്പ്പൊക്കെ കായ് പിടിക്കാൻ കയ്പ്പ് ഇടല്ല, കയ്പ്പ് മത്തനെല്ലാം കായ് പിടുത്തത്തിനും നല്ല ഒരു മരുന്നാണ്. ഇതിപ്പോൾ അടിച്ചു കൊടുക്കേ, നമുക്ക് നോക്കി നോക്കാം. ഇത് എല്ലാവരും എല്ലാം ഓരോന്നോരോന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടാണ് നമ്മളിപ്പം ഇനി ചെയ്യുന്നത്. എല്ലാറ്റിനും കായ് വിട്ടും ഇതെല്ലാം വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് പരീക്ഷിച്ച് നോക്കുവാൻ. ആ പരീക്ഷിച്ച് നോക്കുമ്പോഴേക്ക് അതെല്ലാം വിജയിക്കുന്നുണ്ട്. ഓരോന്നും ഞാൻ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്ക് അത് വിജയം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ഞാൻ നിങ്ങളെ മുമ്പിൽ കാണിച്ചു തരുന്നത്. അത് വേറെ ഒന്നല്ല. ഇതെല്ലാം ഇങ്ങനെ ഓരോന്നോരോന്ന് നോക്കുക. നമ്മൾ കാൽസ്യം അടങ്ങിയത് ഏതാണ്, മിനറൽസ് അടങ്ങിയത് ഏതാണ്, അതിലെന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്, ഇതെല്ലാം നല്ലൊരു വളമാണല്ലോ എന്നെല്ലാം കണക്കാക്കി അന്നേരമാണ് ഈ വളങ്ങളിങ്ങനെ നമ്മളിങ്ങനെ പ്രയോഗിച്ച് നോക്കുന്നത്. നിങ്ങൾക്ക് അത് ഉപകാരത്തിലെത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് കാണിച്ചു തരുന്നത്. ഇതിപ്പോൾ നമുക്കിപ്പോൾ ഈ കയ്പ്പൊക്കെ അടിക്കാം, അതാണ് നല്ലത്. അല്ല ആദ്യം കയ്പ്പൊക്കെ അടിക്കുക. അവിടെ ഒരു കയ്പ്പില്ല, ആ കയ്പ്പ് മരത്തിനടിക്കട്ടെ. ഇതാണ് കയ്പ്പ് മരം. കയ്പ്പ് മരത്തിനടിക്കുക. ഇത് കയ്പ്പിയാണ്. ഈ കയ്പ്പൊക്കെ ആദ്യം അടിച്ചു നോക്കാം. അടിച്ചിട്ട് കണ്ട നല്ല കയ്പ്പ് നല്ല ചാണകം കലക്കിയതിന് ശേഷം സ്ലറി കലക്കിയതിന് ശേഷം നല്ല ഉഷാറ് വന്നിട്ടുണ്ട്. കണ്ട നല്ല ഉഷാറായിട്ടുണ്ട്, കാണുന്നില്ലേ? നല്ല കറുപ്പ് വന്നിട്ട് നല്ല ഇനി ഇതിൻ്റെ മേലെ കായ് പിടിക്കാതെ നല്ല കാൽസ്യത്തിൻ്റെ ഉണ്ടാകുമ്പം ഒന്നും അങ്ങനെ ഒരു രോഗങ്ങളൊന്നും അങ്ങനെ വരില്ല. എന്താ ഇങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഉഷാറായിട്ട് വരുന്നുണ്ട്. എല്ലാം ചപ്പെല്ലാം ഉണങ്ങിപ്പോയി. നല്ല ഒരു ഇതാ ഉണങ്ങി ഇട്ട് മഞ്ഞ വന്നു. ആ മഞ്ഞയെല്ലാം പോയി. ആ സ്ലറി അടിച്ച് ഒഴിച്ച് കൊടുത്തതിന് അതപ്പാടന്നെ പോയി. ഇപ്പം ഇത് കൂടി എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉഷാറോടെ ഇങ്ങനെ വരും. ഇതാണ് കയ്പ്പ്. ഇതിപ്പം ഇതിന് ഈ മത്തനും കൂടി അടിച്ചു കൊടുക്കാം. ഈ മത്തനും എന്താ ഇതെല്ലാം അടിച്ചു കൊടുക്കട്ടെ. ഇതെല്ലാം അടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് വേണം. എല്ലാം ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടാണ് നിങ്ങൾക്കെല്ലാം ചെയ്ത് കാണിച്ചു തരുന്നത്. നിങ്ങൾ നോക്കൂ. ഇത് കണ്ടാ ആ കയ്പ്പൊക്കെ കണ്ടാ, ആ കയ്പ്പ് അങ്ങോട്ട് എത്തിപ്പോയി നടന്നിട്ട് ആ കയ്പ്പൊക്കെ ഉണ്ടായിട്ടില്ല. കണ്ടാ എത്ര നാളും അങ്ങനെ ഒരു ഇതേ ഇല്ല. ഇന്നും എല്ലാം വഴുതിനൊക്കെ എല്ലാം നല്ലതാണ്. എന്താ ഇനി ആ തക്കാളിക്ക് ഒഴിച്ച് കൊടുക്കട്ടെ. തക്കാളിക്ക് ഇതായ ഗുണങ്ങൾ കാണിച്ചു തരാമല്ലോ. ഇതടിച്ച് കാണിച്ചു തരാമല്ലോ. ഈ തക്കാളിക്കെല്ലാം അടിച്ച് കാണിച്ചു തരാമല്ലോ. ഇനിയിപ്പോൾ അപ്പുറത്തുണ്ട് ലേശം തക്കാളി, ആടെയുണ്ട് ഒരു തക്കാളി. അത് നമുക്ക് കൊണ്ടുപോയിട്ട് അതിനടിച്ചു കൊടുക്കാമല്ലോ. അയ്യടാ ഇതൊന്നാന്ന് പറയാം. ഇത് വീണ് പൊടിച്ച തക്കാളി, ഒരു 3 തക്കാളി ഉണ്ടായിരുന്നു. ഇത് ഞാൻ ഒരു പറിച്ച് നടണം വെച്ചാണ് നോക്കുമ്പോഴേക്കും അത് പറ്റിയില്ല. ഇത് ആ ചാണകവെള്ളം ആക്കി കൊടുക്കുമ്പോഴേക്ക് നല്ല പച്ചപ്പോടെ ഇങ്ങ് വന്നു. കാണുന്നില്ല? നല്ല പൂക്കും കായും ഉണ്ടാകുന്നുണ്ട്. നല്ലപോലെ പൂവും കായും ഉണ്ടാകുന്നു. ഇനി ലേശം ഈ പാല് ഇതൊക്കെ അടിച്ച് കൊടുത്തു നോക്കിയാൽ നല്ല ഇതായി. ഇനി 2 കൊള്ളി കുത്തണം. ഒരു കൊള്ളി കുത്തണം. ഇനി നോക്കട്ടെ, ഒരു കൊള്ളി കിട്ടുമോ നോക്കട്ടെ. ഇത് കുത്താൻ ഇപ്പോൾ ഇനി 2 കൊള്ളി കുത്തി കൊടുക്കട്ടെ. കൊള്ളി കുത്തിയിട്ട് കെട്ടി കൊടുക്കട്ടെ. നിലത്താകുമ്പോൾ എലി ഉണ്ടാവും. ഈ ഭാഗത്ത് എലി വന്നിട്ട് തിന്നിട്ടുണ്ടെങ്കിൽ തക്കാളി ഒന്നും ഒറ്റ ബാക്കിയില്ല. വേണ്ട കൊള്ളി
വേണ്ട ഇങ്ങനെ കെട്ടി കൊടുക്കട്ടെ. വേണ്ട നല്ലോണം തക്കാളി ഉണ്ടാകുന്നുണ്ട്, നല്ലോണം ഉണ്ടാകുന്നുണ്ട്. വേണ്ട ഞാൻ ഇതിന് അത്ര ശ്രദ്ധിച്ചിട്ടേ ഇല്ല, ഇതിനൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. അതിനാ ലേശം സ്ലറി മാത്രമേ ഒഴിച്ച് കൊടുത്തില്ല. പക്ഷേ ഒരു കുഴപ്പമില്ല ഇതിന്. ഉണ്ടോ, ആ സ്ലറി മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ആ സ്ലറി മാത്രമേ വേണ്ടൂ, വേറൊന്നും വേണ്ട ഇനി. അതാണ് ആ സ്ലരി മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് തന്നെ ഇതിപ്പോൾ നല്ല ഉഷാറായിട്ട് കാണില്ല. എല്ലാം തക്കാളി എല്ലാം ആയിട്ടുണ്ട്. ഉണ്ടോ, തക്കാളി ആയിട്ട് തേച്ചു കൊമ്പിൽ തേച്ചും തക്കാളിയേ ഉള്ളൂ. ഉണ്ടോ തക്കാളി. ഉണ്ടോ, ഇതിങ്ങനെ കെട്ടിക്കൊടുത്തിട്ട് അതിൻ്റെ മേലെ അത് കെട്ടിക്കൊടുക്കട്ടെ. എന്നാലും എന്തുണ്ടെന്ന് വെച്ചാൽ ഇതങ്ങ് അങ്ങനെ ഒടിഞ്ഞ് വീണ് പോകില്ലല്ലോ. കിട്ടുന്നില്ലല്ലോ. ഒന്ന് ഇവിടെ കെട്ടിയേക്കായി. ഇത് കെട്ടിയിട്ട് ഇത് കെട്ടിക്കൊടുത്താലുണ്ടല്ലോ അതിനൊരു താങ്ങായിട്ട് കൊടുത്ത് ഇതിൻ്റെ മേലെ അങ്ങ് വളർന്നോളൂ. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഞാനിത് കെട്ടുന്നത്. ഉണ്ടോ, ഇത് കണ്ടോ തക്കാളി. ഇത് ഇനി നിൽക്കുന്നില്ലല്ലോ, ഇത് കെട്ടിയാൽ നിൽക്കുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ കൈക്കോട്ട് തന്നെ വേണം. നിൽക്കുന്നില്ല. ഇതിങ്ങനെ വെറുതെ കെട്ടിക്കൊടുത്താലും നിൽക്കുന്നില്ല. ഇതിനൊരു ഇത് കൊത്തിക്കൊടുക്കട്ടെ. ഒരു കുണ്ടു കൊത്താണ് നിൽക്കുന്നില്ല. ഒരുപാട് തക്കാളി ഉണ്ട് ഉണ്ടാകുന്നു. അത് പക്ഷേ എരി വന്നിട്ട് തിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഷമാണ്. അതുകൊണ്ട് കുണ്ട് തന്നെ കൊത്തിട്ട് കുണ്ട് കൊത്തിക്ക് മാത്രമേ ഇത് ഇവിടെ ഉറച്ച് കിട്ടൂല. ഇപ്പം ഇതിവിടെ കുത്തി കൊടുക്കട്ടെ. എന്താ ഇതിവിടെ കുത്തി കൊടുത്തിട്ട് അവിടെ കല്ലെടുത്തിട്ട് ഇതാ ഇത് നല്ല ഇതാണ് കണ്ടില്ലേ. ഇപ്പം ഇതിങ്ങനെ കൊത്തി ഇങ്ങനെ നല്ല മണ്ണിട്ട് ഇട്ട് ഇതിൻ്റെ വേണ്ടിയിട്ട് ഒരു കല്ല് കൊത്തി വെക്കാം. കല്ലില്ല അവിടെ. ഇതിപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഒരു കല്ലെടുത്തിട്ട് അവിടെ വെക്കാം. ഇത് കണ്ട ഈ ഒരു കല്ല് കൊടുത്ത് അവിടെ വെക്കാം. എന്നിട്ട് ഇതിന് കെട്ടി കൊടുക്കാം. ഇത് കണ്ട ഇതിങ്ങനെ ഒരുപാട് വളർന്നിട്ടില്ല. ഒന്നിങ്ങനെ അത്രയാ കമ്പടക്കം വന്നിട്ടില്ല എന്നറിയാം. നോക്കണം, ഇത് ഒറ്റ 3 എണ്ണേ ഉള്ളൂ ഇത്. അതാണിപ്പം ഇത്രയും അധികമായിട്ട് വന്നിട്ടുള്ളത്. എന്താ എനിക്കിത് ഇവിടെ കെട്ടിക്കൊടുക്കാമല്ലോ. ഇത് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരുപാട് തക്കാളി ഉണ്ട് ഇതിനകത്ത്. പക്ഷേ എങ്കിൽ എലി ഇങ്ങനെ നിലത്തേ കൂടി മതി. പക്ഷേ ആ എലി വെച്ചക്കൂല. അതുകൊണ്ടാണ് ഇപ്പം ഞാനിതിപ്പം ഇങ്ങനെ കുറ്റി കുഴിച്ചിടാൻ കാരണം. കുറ്റി കുഴിച്ചിട്ട് കൊടുത്താലേ ആ എലി വന്ന് മാന്തി ഇത് മേലെ തിന്നിട്ട് മുട്ടടക്കം തിന്നിട്ട് പോയിക്കളി. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒന്ന് ആക്കിയേക്കാൻ നേരിട്ട്. അല്ല തക്കാളി ഇവിടെയെല്ലാം തേച്ചുണ്ട്. അത് തേച്ചും കെട്ടാനുള്ളതാണ്. അത്ര നല്ലോണം തക്കാളി ഉണ്ടായിരുന്നു. ഞാൻ പണിയെടുത്തതിനെ കാട്ടി ഇപ്പോൾ പണിയെടുക്കാത്ത ഇതിനാണ് തക്കാളി. കണ്ട ഇതിനാണ് തക്കാളി വെച്ചു. തക്കാളി എത്രയാണ് ഉണ്ടാകുന്നറിയാം. അതുകൊണ്ട് ഞാനെന്താ കണക്കാക്കി ചെയ്യുന്ന ഏതായാലും ഇതിനൊന്ന് കെട്ടിക്കൊടുത്തേക്കാം. എന്നാൽ എലി തിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കത് വലിയ സങ്കടമായിട്ട് വരും. എലി തിന്നണ്ട, അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പൊതിച്ച് കെട്ടുന്നത്. വേണ്ട അങ്ങനെ നിന്നോട്ടില്ല. ശരി കിട്ടുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. അതിന് മേൽ തക്കാളി ഉണ്ടാകുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. പക്ഷേ ഇതിനുണ്ട് ഇങ്ങനെ നല്ലോണം കാണുന്നു തക്കാളി. അതെന്താ അതിൻ്റെ അടിച്ചെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ തേച്ച തക്കാളി ഇവിടെ കുഴിച്ചിടാഞ്ഞാൽ അത് പൊരിഞ്ഞു പോകും. ഇന്ത്യയുടെ തക്കാളി ഒട്ടിപ്പോയി തോന്നല്ലോ. അയ്യോ കണ്ട ഒരു കല്ല് വെച്ചാലോ. അവിടെ രേലില്ല അവിടെ കുത്താനോ ഒന്നിനും. അതുകൊണ്ട് അവിടെ ഒരു കല്ല് വെച്ച് വെക്കാം.
ഇത് അടക്കം ഇട്ട് കൊടുക്കാം. എന്താ ഇതാണ് തക്കാളി. ഈ തക്കാളിക്ക് നമ്മൾ ഈ പണിയിട്ടാൽ നല്ലൊരു തക്കാളി കിട്ടുമല്ലോ. എന്താ ഇത് നമുക്കൊന്ന് കെട്ടിയിട്ട് കൊടുക്കാമല്ലോ, കെട്ടി കൊടുത്ത് നോക്കാമല്ലോ. എന്താ ഇതാ ഇത് വേണ്ട, ഇതിങ്ങനെ ഇതിങ്ങനെ ഒരു കെട്ടിട കെട്ടി കൊടുക്കാം. എന്നാലും എന്തുണ്ടെന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് വന്നോളൂ. കായ് നല്ലോണം മുകളിലോട്ട് വന്നോളൂ. അന്നേരം എലി അങ്ങനെ മുകളിൽ കയറി എടുക്കില്ല. ഈ നല്ല കായുണ്ട്, കണ്ണില്ലേ? നല്ലോണം ആ പൂവെല്ലാം എത്രയാണ് ഉണ്ടാ, പൂവിൻ്റെ മേലെ കണ്ട കായ് ഉണ്ടാ, ആ പൂവ് ഉണ്ടാ, പൂവ് വരുന്ന കാണുന്നില്ലേ? നല്ല പോലെ ഉണ്ടാകുന്നുണ്ട്. ഇത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വെച്ചിട്ടാണ്. അങ്ങനെ ഞാൻ ഇന്നത്തേതെന്ന് വെച്ചാൽ ഇന്ന് പാല് കൊണ്ട് ഒരു നല്ലൊരു അടിപൊളി കീടനാശിനി പോലെയല്ല, നല്ലൊരു അതിനൊരു വളം പോലെ തന്നെയാണ്. നല്ലൊരു കാൽസ്യത്തിൻ്റെ കുറവും മറ്റുള്ള എല്ലാം വരുന്നതിന് രോഗങ്ങൾ കുറയാനും ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് പാൽ കൊണ്ട് ഒരു മരുന്നുണ്ടാക്കിയിട്ട് അടിച്ചു കൊടുത്തത്. പാല് കുറച്ച് വെള്ളവും ചേർത്തിട്ടാണ് അടിച്ചു കൊടുത്തിന്. അത് നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ഇത് നല്ല ഉറപ്പാണ്, 100 മേനി ഉറപ്പാണ്. ഇത് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഒരു രോഗം ഉണ്ടാവില്ല, രോഗം കുറഞ്ഞു വരും. തക്കാളിക്ക് നമ്മൾ ആദ്യം ഇത് ചെയ്ത് കൊടുത്താൽ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്യണം. എന്നാലെന്ന് വെച്ചാൽ കാൽസ്യത്തിൻ്റെ കുറവ് വരിക, തക്കാളീൻ്റെ അടിയിൽ നിന്ന് കെട്ടിട്ട് പോകുന്ന അത് പോവില്ല, അങ്ങനെയുള്ളൊന്നും വരില്ല. അവിടെ നിങ്ങളെന്താ വേണ്ടത് വെച്ചാൽ ഇത് ഞാൻ ഈ ചെയ്യുന്നത് പോലെ നിങ്ങൾ ഒരു ഗ്ലാസ് പാലെടുത്ത് 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നിങ്ങൾ അടിച്ചു കൊടുത്ത് നോക്ക്. എന്നിട്ട് ഒരു മാസം എത്തുമ്പം തന്നെ, അല്ല ഒരു 2-3 ആഴ്ച എത്തുമ്പം തന്നെ അടിക്കാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലത്. എത്ര അടിച്ചു കൊടുത്താലും നല്ലതാണ്. വേറെ നല്ല കേടുകളൊന്നും ഉണ്ടാവില്ല. തക്കാളി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ തക്കാളിക്ക് ഒരു കേടുണ്ടാവില്ല, അങ്ങനത്തെ ഒരു ഇതും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ എല്ലാവരോടും ഇന്ന് ഇത്രയേ കാണിച്ചിട്ടുള്ളൂ. ഇനിയിപ്പം നമ്മളിപ്പോൾ എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ വേണം. പിന്നെ ഒന്ന് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നെ ഒന്ന് സഹായിച്ചു തരാം. നിങ്ങളെല്ലാവരും ഇതുകൊണ്ടാണ് ഞാൻ ഇത്തിരി വീഡിയോ എത്തിയതും. ഇനിയും തന്നെ നിങ്ങളെ സപ്പോർട്ടില്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ട് നിങ്ങളെ എല്ലാവരും സപ്പോർട്ട് വേണം. നിങ്ങളെല്ലാവരും ആ ഒരു സ്നേഹവും ആ ഒരു ഇതിന് ഓരോരാളും ചോദിക്കുന്നു, നിങ്ങൾ എവിടെയാണ് നിങ്ങളെ വീട് എനിക്ക് കാണണം, നിങ്ങളെ തോട്ടം എനിക്ക് കാണണം, നിങ്ങളെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയിലെ തോട്ടമാണെന്ന് നല്ല പറഞ്ഞിട്ട് ഓരോരാളും കമൻ്റ് ഇടുന്നുണ്ട്. അവർക്കെല്ലാം 100 ആര് വന്നാലും ഞങ്ങൾ വന്നോട്ടേന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ വരുന്നതിന് ഒരു സന്തോഷക്കുറവില്ല. എല്ലാവരും ആര് വന്നാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആര് വന്നാലും ഞാൻ എൻ്റെ തോട്ടം കാണിച്ചു കൊടുക്കുകയും ചെയ്യും. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യം ഞാൻ ഒരുക്കി തരുകയും ചെയ്യും. ഒന്നിനും ഒരു കുറവും നിങ്ങൾക്ക് വരുത്താതെ ഞാൻ ചെയ്യും. അതുകൊണ്ട് നിങ്ങളെല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി, ആശംസകൾ. അതുകൊണ്ട് എന്നും ഇതേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും നിങ്ങളെല്ലാവരെയും ആ ഒരു സന്തോഷം കാണുമ്പോൾ എനിക്ക് എത്ര കയ്യില്ലെങ്കിലും അതെനിക്ക് ഇത് നിർത്തണം എന്ന് തോന്നുന്നില്ല. എനിക്ക് അത്ര കയ്യാണ്ട് നിൽക്കുമ്പോൾ ഇന്നൊരു സുടാൻ കയ്യിലെന്ന് വെച്ചാൽ എന്നാലും ഞാനത് എങ്ങനെയെങ്കിലും നിങ്ങളെടുത്ത് മുമ്പിൽ എത്തിക്കണം ഒരു സന്തോഷമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഞാൻ എവിടെയാണ് എന്താണെന്നുള്ളതിനെല്ലാം ഞാൻ കമൻറ്റ് മറുപടിയായിട്ട് കൊടുത്തിട്ടുമുണ്ട്. നിങ്ങൾ വരുന്നവർക്കും ഇവിടെ വരുന്നവർക്കും സ്വാഗതമാണ്. ഇവിടെ വന്ന് കാണുന്നവർക്കും എനിക്കൊരു വിഷമവുമില്ല. എല്ലാവരും വരുന്നതിനും സന്തോഷക്കുറവില്ല. എല്ലാവരും വന്ന് കാണാനാണ് എനിക്കിഷ്ടം. എല്ലാവരും വരണം. എല്ലാവരും ഇഷ്ടപ്പെട്ടവരെല്ലാം കാണണമെന്നുണ്ട്. എല്ലാവരും എനിക്ക് കാണണമെന്നുണ്ട്. പക്ഷേ നിങ്ങളെ ആരും കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും, എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നില്ല എല്ലാവരും. അതുകൊണ്ട് പിന്നെ ഞാൻ നാളെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം, നന്ദി.